മഹാനായ ബക്കർ ഇബ്നു അബ്ദില്ലാഹിൽ മുസ്നി റളിയല്ലാഹു അൻഹു ഒരു ചുമട് തൊഴിലാളിയെ കാണുന്നു. ധാരാളം ഭാരം ചുമന്ന്, തലയിൽ ഭാരം ചുമന്ന് നടക്കുന്നൊരു ചുമട്ട് തൊഴിലാളി. നമ്മൾക്ക് ഹമ്മാലി പണിയെടുക്കുന്ന പട്ടാണികളും പാകിസ്ഥാനികളൊക്കെ കാണാറില്ലേ? ചുമട് എടുക്കലാണ് അവരുടെ ജോലി. ഭാരം ചുമക്കുന്ന ആളുകൾ. ഒരു ഹമ്മാൽ വലിയ ഭാരം ചുമന്ന് പോകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നു, അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ, അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ, അങ്ങനെ തന്നെ പറഞ്ഞു പോവാൻ. മഹാനായ ബക്ർ ഇബ്നു അബ്ദില്ലാഹിൽ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യന്റെ കൂടെ നടന്നു. ഭാരമൊക്കെ എടുത്തു വെച്ചപ്പോ അയാളോട് ചോദിച്ചു, അല്ല സഹോദര, ഈ അൽഹംദുലില്ലയും അസ്തഗ്ഫിറുല്ലയും ഇത് രണ്ടും അല്ലാതെ വേറൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. വേറൊന്നും നിങ്ങൾ ചൊല്ലാറില്ലേ എന്ന് ചോദിച്ചു. ചൊല്ലാറുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം, ഒരുപാട് ഖുർആൻ ഓതാൻ അറിയാം. പക്ഷേ ഗൈറ അന്നൽ അബ്ദ ബൈന നിഅമത്തിൻ വദമ്മിൻ, പക്ഷേ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലല്ലേ ജീവിക്കുന്നത്? അതിന് അൽഹംദുലില്ല പറയണ്ടേ? വദമ്മിൻ, നമ്മളൊരുപാട് വീഴ്ച ചെയ്യുന്നവരല്ലേ, നമ്മളൊന്നും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണ്ടേ? അതാണ് അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ മാപ്പ് തരണേ, ഞാനൊന്നും പെർഫെക്റ്റ് അല്ല റബ്ബേ, മാപ്പ് തരണേ. ഇത് രണ്ടുമല്ലേ മനുഷ്യന്റെ അവസ്ഥ. ഞാൻ അതുകൊണ്ടാണ് ഭാരം ചുമന്നപ്പോ അൽഹംദുലില്ലയും അസ്തഗ്ഫിറുല്ലയും മാത്രം പറഞ്ഞത്. ഇത് രണ്ടിലും എല്ലാം ഉണ്ടല്ലോ. ഒന്ന് അള്ളാഹു തന്ന നിഅമത്തുകൾക്കൊക്കെ അൽഹംദുലില്ലയും, പിന്നെ നമ്മളിൽ നിന്ന് അള്ളാഹുവിനെ ചെയ്തു കൊടുക്കേണ്ട ഇബാദത്ത്, നാവുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട, അള്ളാഹുവിനോട് ചെയ്യേണ്ട ശുക്ർ, ഇതിലൊക്കെ വീഴ്ച വന്നിട്ടില്ലേ? അസ്തഗ്ഫിറുല്ലാ, പടച്ചവനെ നീ അതിന് എനിക്ക് മാപ്പ് നൽകണമേ, ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഫഖീഹും പണ്ഡിതനുമായ ബക്ർ ഇബ്നു അബ്ദില്ലാഹിൽ മുസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹമ്മാലു അഫ്ഖഹു മിന്നീ, ഈ ചുമട്ട് തൊഴിലാളിക്ക് എന്നെക്കാൾ ഫിഖ്ഹുണ്ട്, ഈ ചുമട്ട് തൊഴിലാളി എന്നെക്കാൾ ദീൻ പഠിച്ച ആളാണെന്ന് മഹാനായ ബക്ർ ഇബ്നു അബ്ദില്ലാഹിൽ മുസ്നി റളിയല്ലാഹു അൻഹു. മഹാന്മാർ അവരിൽ നിന്ന് പഠിച്ച പാഠം ലോകത്തോട് വിളിച്ചു പറയാൻ. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമ്മളൊക്കെ ബൈനൻ നിഅമത്തി വദ്ദമ്മ്, അല്ലാഹുവിന്റെ അനുഗ്രഹം, നമ്മൾ ചെയ്യുന്ന വീഴ്ചകൾ, ഇത് രണ്ടിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തലയിലേക്ക് വന്ന് വീഴാൻ അൽഹംദുലില്ലാ എന്ന് എത്ര പറഞ്ഞാലും മതിയാവും. നമ്മൾ ചെയ്യേണ്ടത് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. അപ്പൊ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പടച്ചവനെ പുറത്തു തരയണമേ. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ഖബീസ് തിന്നില്ല എന്ന്. ഖബീസ് എന്ന് പറഞ്ഞാൽ മധുരം കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പൊ ഒരാളെന്ന് പറയാണ്, ഞാൻ ഇനി ഖബീസ് തിന്നൂല. അപ്പൊ ഒരാൾ പറയാണ്, ഞാൻ പിസ്സ കഴിക്കൂല, ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഞാനിനി മട്ടൻ ബിരിയാണി തിന്നൂല എന്ന് പറയാം. ഒരാൾ അങ്ങനെ തീരുമാനിച്ചു. എന്തേന്ന് ചോദിച്ചു, ഖബീസ് എന്താ തിന്നാത്തത്? അതിനൊന്നുള്ള ശുക്ർ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, അപ്പൊ ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ അഹ്മഖ്, ഇവ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാ. പച്ചവെള്ളത്തിന് ശുക്ർ ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമോ? എന്നിട്ടല്ല ഖബീസ്, അങ്ങനെ പച്ചവെള്ളം കുടിക്കാതിരിക്കണ്ടേ? പച്ചവെള്ളത്തിന് ശുക്ർ ചെയ്യാൻ പറ്റുമോ? വഹൽ യഖൂമു ബിശുക്രിൽ മാഇൽ ബാരിദ്, ഒരു തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ അതിന് ശുക്ർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നുണ്ടോ? അത് വെച്ച് വെള്ളം കുടിക്കുക എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് വെള്ളത്തിന് പോലും ശുക്ർ ചെയ്യാൻ അള്ളാഹിനെ കൊണ്ട് ശുക്ർ ചെയ്യാൻ പറ്റൂല നമ്മളെ കൊണ്ട്. അള്ളാഹുവിന്റെ ശുക്ർ, ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയേണ്ട, അള്ളാഹ് ഹലാലാക്കിയത് നമുക്ക് കഴിക്കാം, പക്ഷെ അതിന് ശുക്ർ ചെയ്യണം. പറ്റുന്ന പോലെ ചെയ്യ, അൽഹംദുലില്ലാ എന്ന് പറയും, അൽഹംദുലില്ലാ എന്ന് പറയും. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പും സൈറ്റും അതുപോലെ ഖല്ല് സുർഖയും ഇതൊക്കെ നബി തങ്ങളുടെ ഭക്ഷണങ്ങളാണ്. അതൊക്കെ കൂട്ടിയിട്ട് നബി തങ്ങൾ റൊട്ടി കഴിക്കുന്നത്. അതിന് പോലും അൽഹംദുലില്ലാ എന്ന് പറയുകയും ഈത്തപ്പഴം തിന്ന് എണീറ്റപ്പോഴാണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഇത് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞത്. ഇത്ര ചെറിയ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന് ഏത് അനുഗ്രഹം ചെറുതോ വലുതോ ആകട്ടെ, അള്ളാഹുവിനോട് നമ്മൾക്ക് നന്ദി ചെയ്യണം. അള്ളാഹുവിൽ നിന്നാണിത് വന്നത്, ഇത് അള്ളാഹു നൽകിയതാണ്. ഒരു മനുഷ്യൻ നമുക്ക് കൊണ്ടുതന്നാൽ പോലും, ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് കഴിക്കുകയാണ്, എന്നാൽ പോലും അവിടെ ഭക്ഷണം ഉണ്ടാവണം, അവരുണ്ടാക്കണം, അത് ടേസ്റ്റ് വേണം, വൃത്തി വേണം, നമ്മുടെ മുമ്പിലേക്ക് എത്തണം, നമുക്ക് അങ്ങോട്ടെത്താൻ കഴിയണം, നടന്നു പോകാൻ കാലിന് സ്വാധീനം വേണം, വാങ്ങിച്ച് കഴിക്കാൻ കാശ് വേണം, അതിന് ജോലി വേണം. എത്ര ജോലി കിട്ടണമെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം, ക്വാളിഫിക്കേഷൻ സ്കൂളിൽ പോകണം, എന്തൊക്കെ വേണം ഓരോ നിഅമത്തിനെയും. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ ഒരനുഗ്രഹവും നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമല്ല. ഒരനുഗ്രഹം ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് മഹാന്മാർ ഇങ്ങനെ ദുആ ഇരക്കുമായിരുന്നു.
അനസ്സഗീറുല്ലദീ റബ്ബൈതഹു ഫലകൽ ഹംദ്. അല്ലാഹുവേ, ഞാനൊരു ചെറിയവനാണ്, എന്നെ വളർത്തിയത് നീയാണ് റബ്ബേ, നിനക്ക് സ്തുതി. വഅനൽ ദഈഫുല്ലദീ ഖവ്വൈതഹു ഫലകൽ ഹംദ്. ഞാൻ ദുർബലനാണ് റബ്ബേ, എനിക്ക് ശേഷി നൽകിയത് നീയാണ്, നിനക്ക് നന്ദി അല്ലാഹ്. അനൽ ഫഖീറുല്ലദീ അഗ്നൈതഹു ഫലകൽ ഹംദ്. ഞാൻ മിസ്കീനാണ് റബ്ബേ, എനിക്ക് പൈസ തന്നത് നീയാണ്, നിനക്ക് സ്തുതി അല്ലാഹ്. വഅനസ്സഅലൂഖുല്ലദീ മവ്വൽതഹു ഫലകൽ ഹംദ്. ഞാൻ യാചിച്ച് നടക്കുന്നവനാണ് റബ്ബേ, എന്റെ കയ്യിൽ സമ്പാദ്യം തന്നത് നീയാണ്, ഫലകൽ ഹംദ്. അനൽ അസ്ബുല്ലദീ സവ്വജ്തഹു ഫലകൽ ഹംദ്. കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാൻ കഴിവില്ലാതെ നടക്കുമ്പോ വിവാഹം ചെയ്യിക്കാൻ ആവശ്യമായത്, വിവാഹത്തിനാവശ്യമായതെല്ലാം തന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചത് നീയാണ് അല്ലാഹ്, നിനക്ക് സ്തുതി. നോക്കണം, വഅനൽ ജാഇഉല്ലദീ അശ്ബഅതഹു ഫലകൽ ഹംദ്. ഞാൻ പട്ടിണി കിടക്കുന്നവനാണ് റബ്ബേ, എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്നത് നീയാണ്, അതുകൊണ്ട് നിനക്ക് സ്തുതി അല്ലാഹ്. വഅനൽ ആരില്ലദീ കസൗതഹു ഫലകൽ ഹംദ്. ഞാൻ ഒരു വസ്ത്രം വാങ്ങിക്കാൻ കഴിയാതെ, കാശില്ലാതെ, വസ്ത്രമില്ലാതെ നടക്കേണ്ടവനാണ്, പക്ഷേ എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തന്നത്, എനിക്ക് വസ്ത്രം തന്നത്, അതിന് വക തന്നത് നീയാണ് റബ്ബേ, ഫലകൽ ഹംദ്. വഅനൽ മുസാഫിറുല്ലദീ സ്വഹബ്തഹു ഫലകൽ ഹംദ്. ഞാൻ യാത്ര പോവുകയാണ് റബ്ബേ, ആ യാത്രയിൽ എന്റെ കൂട്ടിന് നീയുണ്ട്, അതുകൊണ്ട് നിനക്ക് നന്ദി അല്ലാഹ്. വഅനൽ ഗായിബുല്ലദീ റദത്തഹു ഫലകൽ ഹംദ്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ എവിടെയോ പോയി മറഞ്ഞിരുന്ന, ഒരഡ്രസ്സുമില്ലാതെ നടന്നിരുന്ന എന്നെ നാട്ടിലേക്ക് എത്തിച്ചത് നീയാണ്, ഫലകൽ ഹംദ്, നിനക്ക് നന്ദി അല്ലാഹ്. വഅനർ റാജിലുല്ലദീ ഹമൽതഹു ഫലകൽ ഹംദ്. ഞാൻ നടക്കുകയാണ് റബ്ബേ, നടക്കുന്ന എനിക്ക് വാഹനം തന്നത് നീയാണ്, അതുകൊണ്ട് റബ്ബേ നിനക്ക് സ്തുതി. വഅനൽ മരീദുല്ലദീ ശഫൈത ഫലകൽ ഹംദ്. ഞാൻ രോഗിയാണ് റബ്ബേ, ആ രോഗിയായ എനിക്ക് ശിഫ നൽകിയത് നീയാണ്, നിനക്ക് സ്തുതി അല്ലാഹ്. വഅനദ്ദാഇ അല്ലദീ അജബ്തഹു ഫലകൽ ഹംദ്. ഞാൻ ദുആ ഇരക്കുന്നവനാണ്, ആ ദുആക്ക് ഉത്തരം നൽകുന്നവനെ അല്ലാഹുവേ, നിനക്ക് സ്തുതി അല്ലാഹ്. റബ്ബനാ വലകൽ ഹംദു ഹംദൻ കസീറാ. എന്തിനൊക്കെയാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നത്? എല്ലാറ്റിനും, ഓരോ സ്റ്റെപ്പിനും നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയേണ്ടവരല്ലേ. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിനോടാണ് അന്ന് പരാതി പറയാൻ വന്നപ്പോൾ കൈകാലുകൾക്ക് വില പറഞ്ഞു കൊടുത്തത്. ഈ കൈകാലുകളെ കൊണ്ടല്ലേ നീ നടക്കുന്നത്, ഈ നിഅമത്ത് കൊണ്ടല്ലേ നീ നടക്കുന്നത്, അതുകൊണ്ട് വഅൻത തശ്കുൽ ഹാജ, എന്നിട്ട് പോരാ എന്ന് പറഞ്ഞ് പരാതി പറയുകയാണോ എന്ന് ചോദിച്ചത് യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന് പറയാം. വലിയ വലിയ നന്മകൾ കേൾക്കേണ്ടി, വലിയ വലിയ നിഅമത്തുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നന്ദിയോടുകൂടെ അല്ലാഹുവിന് വേണ്ടി സുജൂദ്, ശുക്റിന്റെ സുജൂദ് ചെയ്യാം. ശുക്റിന്റെ സുജൂദ് എപ്പോഴാണോ ആ നിഅമത്ത് കേൾക്കുന്നത്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായി, നമ്മൾ വലിയൊരു പ്രയാസത്തിലാണ്, ആ പ്രയാസം നീങ്ങിക്കിട്ടി എന്നൊരു വിവരം കിട്ടുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി ചെയ്തുകൊണ്ട് സുജൂദിൽ വീഴുന്ന ശുക്റിന്റെ സുജൂദ്. ഒതു ഉണ്ടായിരിക്കണം എന്നാണ്, പക്ഷേ ഒതു ഇല്ലെങ്കിലും ശുക്റിന്റെ സുജൂദിൽ വീഴാം. അള്ളാഹുവിനോട് നന്ദി പറ, റബ്ബേ നിനക്ക് നന്ദി അല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അന്ന് ഇറാനിന്റെ നേതാവ് ഹമദാൻ മുസ്ലിമായി എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതി അറിയിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്ന് ദുആ ഇരുന്നിട്ടുണ്ട്. അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ, ഹമദാനിന് രക്ഷയുണ്ടാകട്ടെ, ഹമദാനിന് രക്ഷയുണ്ടാകട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് സുജൂദിൽ കിടന്നിട്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുറത്തുകൂടെ നടന്നുപോയൊരു കഥ പറയുന്നുണ്ട്. നബി തങ്ങൾ ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് കയറി ചെന്നു, അവിടെ സുജൂദിൽ കിടന്നു. ആ സുജൂദിൽ ഒരുപാട് നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നപ്പോൾ മഹാൻ പേടിച്ചു. നബി തങ്ങൾ സുജൂദിൽ കിടന്ന് മരിച്ചുപോയിട്ടുണ്ടോ, വഫാത്തായിട്ടുണ്ടോ? സുജൂദ് നനങ്ങുന്നില്ല, തങ്ങൾ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഈത്തപ്പന തോട്ടത്തിൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികത്തേക്ക് വന്ന് ഒന്ന് നോക്കി, തങ്ങൾക്ക് ജീവുണ്ടോ, തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ തങ്ങൾക്ക് ജീവനുണ്ട്. ബഹുമാനപ്പെട്ടവരെ,
കുറച്ചു കഴിഞ്ഞ് മാറി നിന്നു. നബിതങ്ങൾ സുജൂദിൽ നിന്ന് നബിതങ്ങൾ തല ഉയർത്തി. മഹാനായ നബിതങ്ങൾ ചോദിച്ചു, മാലക യാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ ഞാൻ നബിയോട് പറഞ്ഞു, നബിയേ, ഒരുപാട് നേരം അങ്ങ് സുജൂദിൽ കിടന്നപ്പോ അങ്ങേക്ക് മരണം സംഭവിച്ചുവോ എന്ന് ഞാൻ പേടിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഞാനിവിടെ സുജൂദിൽ വീഴാൻ ഒരു കാരണമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു, അലാ ഉബശ്ശിറുക്, നബിയെ, ഒരു സന്തോഷം ഞാൻ പറഞ്ഞു തരട്ടെയോ, ഒരു ഗുഡ് ന്യൂസ് ഞാൻ നൽകട്ടെയോ? യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയുന്നുണ്ട്, നബിയെ, മൻ സ്വല്ലാ അലൈക സ്വല്ലൈതു അലൈഹി, നിങ്ങളോട് ആരെങ്കിലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്വല്ലൈതു അലൈഹി, ഞാൻ ആ സ്വലാത്ത് ചൊല്ലിയവർക്ക് ഞാൻ അങ്ങോട്ട് എന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്നും വമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി, അങ്ങയോട് സലാം പറയുന്നവർക്ക് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം എന്ന് പറയുന്നവർക്ക് അല്ലാഹു ഇങ്ങോട്ട് സലാം പറയുന്നുണ്ട് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഫസജത്തു ലില്ലാഹി ശുക്റാ, അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ഞാൻ സുജൂദിൽ വീണതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ആ ഒരു ചെറിയ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിനെ ശാക്കിരീങ്ങളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഒരുപാടാണ്, അതിനൊക്കെ നന്ദി ചെയ്യുക പ്രയാസമാണെങ്കിൽ തന്നെയും ഇതെല്ലാം തന്നത് അല്ലാഹുവാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. മക്കളോട് ബിസ്മി ചൊല്ലാൻ വേണ്ടി പറയാ, ഭക്ഷണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലാൻ വേണ്ടി പറയാ, കിടന്നുറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി ആയത്തുൽ കുർസി ഓതി ഫാത്തിഹ ഓതി ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതിയിട്ട് കിടന്നുറങ്ങാൻ പറയാ. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. വീടിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ദുആ, തിരിച്ചു വരുമ്പോഴുള്ള ദുആ, വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. അറിയുന്ന ദുആകളൊക്കെ നമ്മൾ ചൊല്ലുക. ഇതൊക്കെ അല്ലാഹുവിനോട് ചെയ്യുന്ന ശുക്റാണ്. വഇത്തഅദ്ദന റബ്ബുക്കും, അല്ലാഹു ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്, നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ ശാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.